Guys, it's me Shanus in Shanus Talks again. In the reaction video, റിയാക്ഷൻ ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിയാക്ഷൻ എന്നൊക്കെ ചെയ്യാൻ പോകുന്നു. ഞാൻ ഇങ്ങനെ സൈഡിൽ ഓരോ കാര്യങ്ങൾ പ്ലേ ചെയ്യുക, അതിനെ കുറിച്ച് സംസാരിച്ച് ഇതൊരു പൊളിറ്റിക്കൽ വീഡിയോ ആണ്. ഞാൻ എന്റെ പൊളിറ്റിക്സ്, എന്റെ വ്യൂ പോയിന്റ്, എന്റെ ഐഡിയോളജീസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. താല്പര്യമുള്ളവർ കാണാതിരിക്കാം. എന്റർടൈൻമെന്റ് എന്ന് പറയൂല, കാരണം എനിക്കിതൊരിക്കലും എന്റർടൈൻമെന്റ് അല്ല. എന്റെ നാട് തൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ രാജ്യം തൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. വർഗീയത ലഹള എന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരിക്കലും അത് എന്റർടൈനിങ് അല്ല, എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്യുന്നതല്ല, എന്റർടൈനിങ്ങും അല്ല. എന്നെ കാണുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതായിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ. സോ വീഡിയോയിലേക്ക് പോവാം. കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയി. കുറച്ച് കണ്ടന്റ് ചെയ്യാമെന്ന് പറഞ്ഞത് പെൻഡിങ് ആയിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നേക്കുന്ന ഈ ഒരു ടോപ്പിക്ക് എന്റെ ലുക്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്, താടിയൊക്കെ എടുത്ത് കളഞ്ഞു. ഈ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ടോപ്പിക്കാണ്. പൊളിറ്റിക്കൽ ടോപ്പിക്ക് എനിക്ക് വലുതായിട്ട് സംസാരിക്കാൻ താല്പര്യക്കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പൊതുവെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കോൺട്രവേഴ്സീസും കാര്യങ്ങളും വരും എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ സംസാരിച്ചേ പറ്റൂ. കാരണം പണ്ടേതോ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ കുടുംബകാര്യങ്ങളിലും നിങ്ങളുടെ കാര്യങ്ങളിലും കയറി ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടേതോ ഒരു പുള്ളി. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ടൈം ആയി കഴിഞ്ഞു. കാരണം ആയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടപെട്ടേ പറ്റൂ, ഇടപെടണം. ഞാനും നിങ്ങളും എല്ലാവരും ഇടപെടണം. കണ്ണ് തുറന്ന് കണ്ട് അതിൽ ഇടപെട്ടേ പറ്റൂ. നമ്മളെ നാട് നശിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പൊ ഒന്ന് ചോദിക്കുമായിരിക്കും, ഈ ചെറുക്കൻ എന്തിനു വന്നിട്ട് പെട്ടെന്ന് നമ്മളെ നാട് നശിക്കാൻ പോകണു, ഇവനെന്തെങ്കിലും നശിച്ച് കാണണോ, ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കും. നാട് നശിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം നമ്മളെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിക്കാൻ പോവുകയാണ്. ഇവിടെ ഇനി പ്രൊട്ടസ്റ്റും റെവല്യൂഷനും കാര്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വിശ്വസിച്ചേ പറ്റൂ. അതാണ് ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ. എന്താണ് അങ്ങനെ പറയണെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളെ മനസ്സിൽ കാണും. ഒട്ടുമിക്ക ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണത്തില്ല. കാരണം ഇതൊന്നും വലുതായിട്ട് അന്യനാട്ടില്, വേറൊരു നാട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ വലുതായിട്ട് ആരും അറിയത്തില്ല. ആർക്കും അറിയാൻ വലിയ താല്പര്യവും കാണത്തില്ല. എന്നാൽ നമ്മളിത് അറിഞ്ഞാൻ പറ്റൂ. നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഒരേ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പൊ മതേതരം എന്ന് പറഞ്ഞ സാധനം നമുക്ക് കണ്ണൊന്നും നോക്കി എങ്ങും കാണാൻ പറ്റത്തില്ല. ആകെ 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു സഹോദരങ്ങളെ പോലെ നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. കേരള, തമിഴ്നാട്, അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളിൽ. ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം വർഗീയതയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന BJP RSS എന്ന് പറഞ്ഞ ഈ 2 പാർട്ടിക്കാർ. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല. ഞാൻ പറയും, ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് പറയുന്നത് ഇങ്ങനെ ഞാൻ പറയും. BJP RSS പണ്ട് ഇവരുടെ ഒരു ഹിഡൻ അജണ്ട എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യമായ മുസ്ലിം സമുദായക്കാരെ എതിർക്കുക. പണ്ട് പരസ്യമായിട്ട് മുസ്ലിം സമുദായക്കാരാണ് എതിർത്തുകൊണ്ടിരുന്ന. നിങ്ങൾ മുസ്ലിംസ് അല്ലേ, നിങ്ങൾ ദുബായിലോ സൗദിയിലോ പാകിസ്ഥാനിലോ എവിടെയെന്ന് വെച്ചപ്പോ നിങ്ങളുടെ രാജ്യം അതാണ്. ഇത് ഇന്ത്യയാണ്, ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി. ഇങ്ങനെ ഒരു ടോണായിരുന്നു മുസ്ലിങ്ങളുടെ അടുത്ത് പണ്ടേ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻസിനെ വലുതായിട്ട് അവര് ദ്രോഹിക്കാനും കാര്യത്തിനൊന്നും ഇതുവരെ പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുരു പൊട്ടി തുടങ്ങി. ക്രിസ്മസ് ടൈം ആയപ്പോ ഇപ്പൊ കുരു പൊട്ടി തുടങ്ങി. ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റൽസ് അടിച്ചു പൊട്ടിക്കുന്നു. ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ കുട്ടിയെ, ഓർഫനേജിൽ ഉള്ള ഒരു കുട്ടിയെ ഒരു BJP നേതാവ് അസോൾട്ട് നടത്തുന്നു. കണ്ണാണം വയ്യ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അസോൾട്ട് നടത്തുന്നു. ഒരു മാളില് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് എതിരായിട്ട് ആ മാൾ അടിച്ച് പൊട്ടിക്കുന്നു. ഒരു പാവപ്പെട്ടവൻ ക്രിസ്മസ് ക്യാപ്പ് വിൽക്കുന്നു, അവനെ വിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഒന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി എവിടെ നിന്നാണ് ഒറിജിനായത്? അത് ഇറ്റലിയിലാണോ? എന്നാ നിങ്ങൾ ഇറ്റലിയിലോട്ട് പൊയ്ക്കൂ. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നമ്മൾ മാത്രം കിടന്നുണ്ടാക്കിയാൽ മതി. നിങ്ങൾ ഇറ്റലിയിൽ പോ, മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോ, ക്രിസ്ത്യൻസ് ഇറ്റലിയിൽ പോ, നമ്മൾ ഇവിടെ കിടന്ന് തിരിച്ചോളാം. ഇതാണ് ഇപ്പോഴത്തെ ഒരു BJP RSS ആൾക്കാരുടെ ഒരു മെയിൻ സംഭവം. ഇപ്പൊ പുതിയൊരു സാധനം പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റേ കാഷായ വസ്ത്രം എടുത്ത് കോണാനാക്കി എടുത്ത് കാലിടെ കൂടെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് നടക്കുന്ന ഒരുത്തണ്ടല്ലോ, ഒരു BJP മുഖ്യമന്ത്രി. എന്റെ പേരെന്തിനായിരുന്നു? ആ മൊട്ടത്തലയെ, എന്റെ പേരെന്തിനായിരുന്നു? എന്തോ ഈ തന്തയില്ലാത്തവന്റെ ഒക്കെ പേര് നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും അവൻ വന്ന് നിന്നിട്ട് പറഞ്ഞു, ക്രിസ്മസിന് അവധിയില്ല കേട്ടാ പിള്ളേരെ, നിങ്ങൾക്ക് ക്രിസ്മസിന് അവധിയില്ല.
അന്ന് നിങ്ങൾ എല്ലാവരും സ്കൂളിൽ വരണം. നിങ്ങൾ പറ്റുന്ന മറ്റേ കോണാനും കൊടുത്ത് തന്നെ വരണം. അന്ന് വാജ്പേയിയുടെ ജന്മദിനമാണ്. അന്ന് നമുക്ക് പരിപാടിയുണ്ട്. ക്രിസ്മസിന് നിങ്ങൾക്ക് അവധിയൊന്നുമില്ല, അവധി തരത്തില്ല. നിങ്ങൾ വാജ്പേയി ജന്മദിനം ആഘോഷിച്ചോ, ക്രിസ്മസിന് അവധി തരത്തില്ല. എന്റെ സംസ്ഥാനത്ത് ഞാൻ ഭരിക്കുമ്പോൾ ക്രിസ്മസിന് അവധി തരത്തില്ല. നിങ്ങൾ വാജ്പേയി ജന്മദിനം ആഘോഷിച്ചു, വാജ്പേയി ജന്മദിനം ആഘോഷിച്ചു. ഇപ്പൊ നാട്ടിലെ നമ്മളെ ചില അമ്മാവന്മാരും മാമന്മാരും ചേട്ടന്മാരും എന്ന് ചോദിക്കും, അതങ്ങ് ഗുജറാത്തിലല്ലേ, അതങ്ങ് യുപിയിലല്ലേ, അതങ്ങ് ഉത്തരാഖണ്ഡിലല്ലേ, കേരളത്തിൽ നടന്നില്ലെന്നാണ്. കേരളത്തിലും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ തന്തയില്ലാത്തവന്മാരുടെ കുരുക്കൾ. കരോളിന് പോയ കൊച്ചു കുട്ടികൾക്ക് നേരെ ആക്രമണം, ഡാൻസിംഗ് ഡോളും ബാൻഡും എല്ലാം അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. അതിലൊരുത്തൈ പിടിച്ചകത്തിട്ട് കാണിച്ചു തരാം, കണ്ടിട്ട് വന്നോ, അവനെ പിടിച്ചകത്തിട്ട്. പുതുശ്ശേരിയിൽ കരൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ RSS പ്രവർത്തകൻ അറസ്റ്റിൽ. പ്രതി അശ്വിൻ രാജിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് പുതുശ്ശേരിയിൽ കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ചത്. അപ്പോ കേരളത്തിലും കുരുവെട്ടി തുടങ്ങിയിട്ടുണ്ട്. യവന്മാർക്ക് എല്ലാവന്മാർക്കും കുരുവെട്ടി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് മുസ്ലിങ്ങളെ മാത്രം ഓടിച്ച് പാകിസ്ഥാനിൽ വിടുക എന്നായിരുന്നു യവന്മാരുടെ ഉദ്ദേശം. ഇപ്പൊ ക്രിസ്ത്യൻസിനെ ഓട്ടിക്കണം. ഇനി അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് ഓട്ടിക്കണം. അപ്പൊ യവന്മാര് പറഞ്ഞിരുന്നത് ഹിന്ദു രാജ്യമാക്കി മാറ്റണം ഇന്ത്യ, ഹിന്ദുക്കൾ മാത്രം ചോദിച്ചാൽ മതി, ഹിന്ദുക്കൾ മാത്രം, ബാക്കിയുള്ള മതക്കാരെല്ലാം അങ്ങോട്ട് പോട്ടെ. അപ്പോ ഈ ചാണകങ്ങളാ, ഈ തലയ്ക്ക് പകരം ചന്തിയിൽ തലച്ചോറും വെച്ചോണ്ട് നടക്കുന്ന കുറെ അമ്മമാര് പലതും പറയുന്നതായിട്ട് തുള്ളാനായിട്ട് കുറെ അമ്മമാര് നിൽക്കുന്നുണ്ട്. അവന്മാരടുത്തായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാണുന്നുണ്ടെങ്കിൽ അവന്മാരടുത്തായിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം അവന്മാര് മുസ്ലിങ്ങളെ അടിച്ച് വെളിയിൽ കളയും, പിന്നെ അവര് ക്രിസ്ത്യൻസിനെ അടിച്ച് വെളിയിൽ കളയും. ഇതെല്ലാം അടിച്ച് വെളിയിൽ കളഞ്ഞതിന് ശേഷം ഇവന്മാരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ അടിച്ച് കളയുക. ഇവരാണല്ലോ ഒരു ഇതായിട്ട് നിൽക്കുന്നത്, പ്രൊട്ടസ്റ്റ്, ഇവന്മാർക്കെതിരായിട്ട് നിൽക്കുന്നത്. ആദ്യം മുസ്ലിംസിനെ അടിച്ച് വെളിയിൽ കളയും, പിന്നെ ക്രിസ്ത്യൻസിനെ അടിച്ച് വെളിയിൽ കളയണം. ഇതാണ് അവന്മാരുടെ ഉദ്ദേശം. ഇത് കഴിഞ്ഞിട്ട് ഇവന്മാരെ വേറൊരു ഉദ്ദേശമുണ്ട്. ഇത് കഴിയുമ്പോൾ ഇവിടെ ഹിന്ദുസ് മാത്രമാവും, നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ ഹിന്ദുസ് മാത്രം. ഇത് കഴിഞ്ഞിട്ട് ഇവന്മാര് പിന്നെ കൊണ്ടുവരും ഹൈറാർക്കി, ജാതി. മതം പോയല്ലോ, ഒറ്റ മതമല്ലേ ഉള്ളൂ, പിന്നെ ജാതി കൊണ്ടുവരും. താഴ്ന്ന ജാതിക്കാരെ ഓരോരുത്തരെ ആയിട്ട് നൈസാങ്ങ് ഒന്നു തള്ളും, അല്ലെങ്കിൽ അടിച്ച് വെളിയിൽ കളയും. ഉയർന്ന കുറെ ആൾക്കാർ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോ ഈ കുരുപൊട്ടി എടുത്ത് പറയുന്നവന്മാരെ കേട്ട് കുരുപൊട്ടി എടുത്ത് ചാടാൻ നിൽക്കുന്ന ഹിന്ദു സഹോദരന്മാരുടെ അടുത്തും കൂടെ കേട്ടെന്ന് പറഞ്ഞ യവന്മാരുടെ ഉദ്ദേശം ഉയർന്ന ജാതിക്കാർ മാത്രം ആക്കുക, അതാണ്. അല്ലാതെ താഴ്ന്ന ജാതിക്കാരെന്ന് യവന്മാരെ തിരിഞ്ഞു പോലും നോക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലൊക്കെ യവന്മാരെല്ലാം പ്രണാം കേട്ടോണ്ടാണ് ഈ കുരുപൊട്ടിയിട്ട് ബാക്കിയുള്ള മതക്കാരുടെ മണ്ടയിലോട്ട് തോളിലോട്ട് കയറാനായിട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോളുക, മറ്റു മതക്കാരെ തട്ടിക്കളയുന്ന പോലെ നിങ്ങളെ യവന്മാര് തട്ടിക്കളയും. ഇത് തന്നെയാണ് യവന്മാരെ ഉദ്ദേശം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ നാട് തുലയാൻ പോവുകയാണ്, നമ്മുടെ നാട് റെവല്യൂഷനിലോട്ട് പോവുകയാണ്, പ്രൊട്ടസ്റ്റിലോട്ട് പോവുകയാണ്. പോയില്ല എന്നുണ്ടെങ്കിൽ പൊയ്ക്കോളും, നമ്മുടെ നാട് ഓട്ടോമാറ്റിക്കലി ഇനി പൊയ്ക്കോളും. കാരണം ഇമാതിരി കോപ്രായങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രൊട്ടസ്റ്റിലോട്ടും കാര്യങ്ങളിലോട്ടും ഇത് പോവും. ഒരു കാര്യം ആലോചിക്കുക, നേപ്പാളിലൊരു പ്രൊട്ടസ്റ്റ് നടന്നു, നേപ്പാൾ ഗവൺമെന്റ് താഴെ വന്നു. ശ്രീലങ്കയിൽ പ്രൊട്ടസ്റ്റ് നടന്നു. മറ്റ് രാജ്യങ്ങളിലൊരു പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ നടക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന കണക്കായിരിക്കത്തില്ല ഇന്ത്യയിലൊരു പ്രൊട്ടസ്റ്റോ വർഗീയത ലഹളയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പക്ക ബ്ലഡ് ഷെഡ് ആയിരിക്കും നടക്കാൻ പോകുന്ന. ഡെഫിനറ്റ്ലി എഴുതിയിട്ട് പറയാം, പക്ക ബ്ലഡ് ഷെഡ് ആയിരിക്കും നടക്കാൻ പോകുന്ന. മറ്റ് രാജ്യങ്ങളിൽ ഒരു പ്രൊട്ടസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ നടക്കുന്ന സമയത്ത്, അവര് ഒരു ടീംസിന് മറ്റൊരു ടീംസിനെ കണ്ടുകൂടാ, അവരെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവർ മുന്നിൽ കാണുമ്പോഴേ അവർ ആക്രമിക്കൂ. അല്ലെങ്കിൽ രണ്ട് ടീംസും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്തായിരിക്കും അവിടെ ഒരു ഫൈറ്റോ പ്രൊട്ടസ്റ്റോ അടിയോ എന്തെങ്കിലും നടക്കുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന എന്താണെന്ന് അറിയാമോ, നടന്നിട്ടുള്ള എന്താണെന്ന് അറിയാമോ? രണ്ട് ടീംസ് തമ്മിൽ അടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തപ്പി ഇറങ്ങും. വടി, വാള്, പിച്ചാത്തി, വെട്ടോത്തി ഇതെല്ലാം തപ്പി ഇറങ്ങും. എന്നിട്ട് അവന്റെ കുടുംബത്ത് വരെ കയറി ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നടന്നിട്ടുള്ള ലഹളകള് കണക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു വംശത്തിനെ തന്നെ ഇല്ലാതാക്കാനുള്ള രീതിയിൽ വീട് തോറും കയറി ഇറങ്ങി കുടുംബത്തിൽ സ്ത്രീയെന്നോ പുരുഷനോ കൊച്ചുകുട്ടിയെന്നോ ഇല്ലാതെ ഇല്ലാതാക്കും. ഒരു സിനിമ ഇറക്കിയായിരുന്നു, ലൂസിഫർ 2, പഴയ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചപ്പോൾ പൊട്ടിയായിരുന്നു അവന്മാർക്ക് മൂട്ടിന്ന് കുരു. അതേപോലെ ആവും ഇനി നാട് വന്ന് അതേപോലെ ആവും. തലച്ചോറില്ലാത്തവന്മാര് വോട്ട് ചെയ്യാനും പോവാതെ അവിടെ നമ്മളിതിൽ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ വരും ഇങ്ങ് കയറി. എല്ലാ നാട്ടിലത്തെയും കണക്ക് ഇങ്ങ് കയറി വരും BJP ആവശ്യമൊക്കെ. ലാസ്റ്റ് അവന്മാർക്ക് തോന്നിയതേ ഇവിടെ നടക്കത്തൂ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലോട്ട് പോകുന്നത്.
അപ്പൊ നമ്മുടെ നാട് പൊട്ടസിലോട്ടും ബ്ലഡ് ഷെഡിലോട്ടും പോകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ എന്റെ രീതിയിൽ അത് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. തലയ്ക്ക് വിവരമുള്ളവന് ഇത് പറയാതെ തന്നെ മനസ്സിലാവും. ഇനി അത്യാവശ്യം വിവരം കുറവുള്ളവനാണെങ്കിൽ ഇതേപോലെ ഞാൻ എന്നെ പോലെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഇഷ്ടംപോലെ റീലും കാര്യങ്ങളും വരുന്നുണ്ട്, പറയുന്ന കേട്ടെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം. ഒരിക്കലും മറ്റു രാജ്യങ്ങളിലെ പ്രൊട്ടസ്റ്റോ റെവല്യൂഷനോ നടക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മുടെ നാട്ടിൽ ഒരു ലഹളയോ പ്രൊട്ടസ്റ്റോ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ. ബ്ലഡ് ഷെഡ് തന്നെയായിരിക്കും അതിന്റെ റിസൾട്ട്. അത് തന്നെയാണ് അവന്മാർക്ക് ആവശ്യം. വർഗീയത ഉണ്ടാക്കുക, അവന്മാരുടെ ആവശ്യം നേടിയെടുക്കുക, മതേതര രാജ്യം എന്നുള്ള പേര് മാറ്റി ഹിന്ദു രാജ്യമാക്കി മാറ്റുക. എന്നിട്ട് ഹിന്ദു രാജ്യമാക്കി മാറ്റിയിട്ട് ഹിന്ദുക്കൾക്ക് പോലും ഇവിടെ സമാധാനം കാണത്തില്ല. ഉയർന്ന അവന്മാരുടെ ഒരു 2-3 ജാതിക്കാരെ വെച്ചിട്ട് ബാക്കി എല്ലാവരെയും അടിമപ്പട്ടികളെ കണക്കിട്ടേക്കും, അല്ലെങ്കിൽ കൊന്നു തള്ളും. പഴയ ഒരു രാജഭരണത്തിനെക്കാട്ടിയും കഷ്ടമായിരിക്കും. മറ്റു മതക്കാർ നിന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസോ മുസ്ലിംസോ സിഖുകാരോ ട്രൈബൽസോ ഇവരൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരെ കാര്യങ്ങൾ നടക്കത്തില്ല. കാരണം അടി നടക്കും, അവര് സമ്മതിക്കത്തില്ല, പിടിച്ചു നിർത്തും. മറ്റു മതക്കാർ നിന്ന് കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തും. ഈ പരിപാടി നടക്കത്തില്ല എന്ന് പറയും. അതില്ലാതാക്കാൻ വേണ്ടിയാണ് കുറെ പൗരത്വ ഭേദഗതി ബില്ലും മറ്റത് മറിച്ചത് വോട്ടർ ഐ ഡിന്ന് പേര് കട്ട് ചെയ്ത് കളയല്, ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് മറ്റു മതക്കാരെ എല്ലാരും ഈ രാജ്യക്കാരെ അല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് നോക്കുന്നത്. ഇതൊക്കെ വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാവും. ക്രിസ്മസ് വേണ്ട, പെരുന്നാള് വേണ്ട, നബിദിനം വേണ്ട, ഓണത്തിനെ കുറിച്ച് കേരളത്തിൽ മാത്രമുള്ളതുകൊണ്ട് കേരളത്തിൽ വന്നൊന്ന് കണസാ ഇതുവരെ പറയാൻ വലുതായിട്ട് പറ്റിയിട്ടില്ല. ഇനി ഉടനെ എങ്ങനെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെയും വരും. അപ്പൊ പറയും ഓണം വേണ്ട. ഓണം മതേതരത്വത്തിന്റെ കേസും കാര്യങ്ങളൊക്കെ പറയണല്ലേ, മഹാബലിയൊക്കെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും പിടിച്ചു വന്നിട്ട് കൊണ്ട് വേറെ ആരെങ്കിലും പാതാളത്തിൽ നിന്ന് ഇറങ്ങി വന്നതൊക്കെ പറഞ്ഞാളെ. അപ്പൊ ക്രിസ്മസ് ആരും ആഘോഷിക്കരുത്, വാജ്പേയി ദിനം അന്ന് ആഘോഷിക്കണം. കാരണം ഇത് ഇന്ത്യയാണ് കേട്ടല്ലോ. അപ്പോ ഇപ്പൊ ക്രിസ്മസ് ആരും ആഘോഷിക്കരുത്. കാരണം അമ്മമാര് പറഞ്ഞ ക്രിസ്മസ് ആഘോഷിക്കരുത്, ക്രിസ്മസിന് അവധിയൊന്നും തരത്തില്ല. നിന്റെയൊക്കെ തന്തയുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അവിടെയൊക്കെ നീയൊക്കെ ഭരിക്കണമെങ്കിൽ ഈ കോപ്രായങ്ങളും കാര്യങ്ങളും നടക്കും. കേരളത്തിൽ വലുതായിട്ട് നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വരുമ്പം അടിയും തന്ന് പറഞ്ഞു വരും. അന്ന് നടക്കാൻ അടി തന്ന് തന്നെ പറഞ്ഞു വിടും. പിന്നെ ഇതേപോലെ കുരു പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കേരളത്തിലും തുടങ്ങിയിട്ടുണ്ട്. അതാണ് നേരത്തെ ഒരുത്തെ കൊച്ചു പിള്ളേരുടെ കാണിച്ചത്. എനിക്ക് നീ കാണുന്ന കുറച്ച് മലയാളികൾ, എന്റെ കുറച്ച് വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കുക. എനിക്ക് വലിയ വ്യൂസ് ഒന്നുമില്ല, 100-150 വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ. ഞാൻ വാച്ച് അവർ കിട്ടാൻ വേണ്ടി ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതല്ല. എനിക്ക് വലിയ ഓഡിയൻസ് ഒന്നുമില്ല. പക്ഷെ എന്റെ ഓഡിയൻസിന്റെ തലയിൽ കയറ്റാനായിട്ടാണ് ഞാൻ പറയുന്നത്, തലയിൽ എടുക്കാനായിട്ടാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിലവിലൊരു മതസൗഹാർദ്ദമുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തിനല്ല ഞാൻ പറയുന്നത്, കേരളം എന്ന് പറഞ്ഞൊരു സാധനത്തിനാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിലവിലൊരു മതസൗഹാർദ്ദമുണ്ട്. ഇവിടെ മറ്റേ ക്രിമികള് ഞവിച്ച് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് നമ്മളൊരു ഡിറ്റർജന്റോ എന്തെങ്കിലും ഒരു ലോഷനോ കലക്കി ഒഴിച്ചങ്ങ് നശിപ്പിച്ച് കളഞ്ഞ ബാക്കിയുള്ളവർ കൂടെ ഈ വൈറസ് തലയിൽ കയറത്തില്ല. അത് നമ്മൾ തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. സോ ഈ നായ്ക്കളെ ഞാൻ ഒരു പാർട്ടിയും പിടിച്ചോ ഒരു പാർട്ടി സംഘടനയുടെ അനുഭാവിയോ ആയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ആസ് എ കോമൺ മാൻ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയാണ്. ഈ നായ്ക്കളെ വളരെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടും ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ആസാം പോലെയൊക്കെ ആവും. അരവല്ലി ഹിൽസിന്റെ പ്രശ്നം അറിയാമല്ലോ അല്ലേ? സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്, കണ്ടോളണം. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടോളണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചോളണം. ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കം ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻമെന്റ് ഇങ്ങനെ കാണിക്കാതെ. കാരണം ഇത് എനിക്ക് എന്റർടൈൻമെന്റ് അല്ല. കാരണം എന്റെ നാട്, ഞാൻ ജനിച്ച രാജ്യം, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടന്നതെല്ലാം ലഹളയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കണ്ടന്റ് ഒരിക്കലും എന്റർടൈനിങ് അല്ല. എനിക്ക് എന്റെ പൊളിറ്റിക്സ് ആസ് എ കോമൺ മാൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ നാടിനോടുള്ള ഒരു കടമയാണ് ഇത് എന്റെ കൂടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഇത് പറയുക എന്നുള്ളത്. ഞാൻ എന്റെ പൊളിറ്റിക്സ് ആണ്, എന്റെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടും. അപ്പോ അതിന് ഇടവരുത്താതിരിക്കുക. രാഷ്ട്രീയത്വം ഒരിക്കലും നല്ലതല്ല. രാഷ്ട്രീയ ബോധം വേണം, രാഷ്ട്രീയവും വേണം. ഏതൊരു വ്യക്തിക്കും ഇടപെടണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട് കുട്ടിച്ചോറാവാതെ പോകാനായിട്ട് പറ്റൂ. കമ്മ്യൂണിസ്റ്റ് ആരെയും പറയില്ല, കോൺഗ്രസ് ആരെയും പറയില്ല, ഞാൻ ഒരുത്തനെയും പറയുന്നില്ല. നാടിന് വേണ്ടി നല്ലത് ചെയ്യുന്നവൻ ആരെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനെ ജയിപ്പിച്ചു വിടുക. ഈ വർഗീയ ക്രിമികള SDP ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, PDP ആയിക്കോട്ടെ, ഏത് ഒരു മതത്തിന്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കുന്ന പാർട്ടിയോ വോട്ട് പിടിക്കാൻ നടക്കുന്ന ഒരു നായ്ക്കളും ജയിപ്പിച്ചു വിടാതിരിക്കുക. UDF കോൺഗ്രസിനെ
പാർട്ടിയെ ഞാൻ പറയുന്നില്ല, ഒരു സ്വതന്ത്രം വന്നിട്ട് നമുക്ക് വേണ്ടി നാടിന് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു സ്വതന്ത്രം നിന്ന് തന്നെ അവന് വോട്ട് കൊടുക്കുക. നാട്ടിൽ പല പാർട്ടിയിലും നല്ല നേതാക്കന്മാരും കാണും, അഴുക്ക നേതാക്കന്മാരും കാണും. നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരുത്തനെ മാത്രം ജയിപ്പിച്ചു വിടുക. വർഗീയത പറഞ്ഞ് വിഷം തുപ്പുന്ന ഏത് പട്ടികൾ വന്നാലും മുഖത്ത് നോക്കി തുപ്പി ചൂലെടുത്തടിച്ച് വിട്ടോളണം. വളരെ അനുവദിക്കരുത്. നാടും തൊലയ്ക്കും, നാട്ടുകാരെയും തൊലയ്ക്കും. സോ കൂടുതൽ റിയാക്ഷൻ ഒന്നും ചെയ്യാതെ ഈ വീഡിയോസും കാണിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. അരവല്ലി ഹിൽസിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ബൈ.